തമിഴ്നാട്ടിൽ വമ്പൻ മുന്നേറ്റമുണ്ടാക്കുമെന്ന് DMKയുടെ സർവേ. BJP വട്ടപൂജ്യമാകുമെന്ന് സർവേയിൽ പറയുന്നുണ്ട്. ഏപ്രിൽ 19-ന് തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലെയും പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെയാണ് DMK നേതൃത്വം സർവേ നടത്തിയത്. സംസ്ഥാനത്ത് ഇന്ത്യ സഖ്യം അനായാസം ജയിക്കുമെന്ന് DMK സർവേ പറയുന്നു. DMKയിലെ പ്രമുഖർ ചേർന്നാണ് ഈ സർവേ തയ്യാറാക്കിയത്. 32 സീറ്റുകളിൽ DMK സഖ്യം വമ്പൻ വിജയം നേടുമെന്നാണ് സർവേ പറയുന്നത്. 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ DMK സഖ്യം വിജയിച്ച സീറ്റുകളാണിത്. അതിൽ എല്ലാം വമ്പൻ ജയം ഇന്ത്യ സഖ്യം നേടുമെന്നും സർവേ വ്യക്തമാക്കി. അതേസമയം 7 സീറ്റുകളിൽ അണ്ണാ DMKയുമായി DMK സഖ്യം മത്സരം നേരിടുന്നുണ്ട്. ഇവയിൽ ചെറിയ മാർജിനിൽ വിജയിച്ചു കയറുമെന്നും സർവേ പ്രവചിക്കുന്നു. തേനി, തിരുനെൽവേലി, ട്രിച്ചി, പൊള്ളാച്ചി, രാമനാഥപുരം അടക്കമുള്ള 7 സീറ്റുകളിലാണ് അണ്ണാ DMKയിൽ നിന്ന് കടുത്ത മത്സരം DMK നേരിടുന്നത്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ BRITCO. മത്സരം കഠിനമാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി വരുമെന്നാണ് സർവേ പറയുന്നത്. ഒറ്റ സീറ്റിലും BJP വിജയിക്കില്ലെന്ന് സർവേ അടിവരയിട്ട് പറയുന്നു. ഒരു സീറ്റിൽ കടുത്ത മത്സരം നേരിടുന്നുണ്ടെന്ന് സർവേ പറയുന്നു. അവിടെ വിജയിക്കുക അങ്ങേയറ്റം കഠിനമായിരിക്കുമെന്നും സർവേ വ്യക്തമാക്കി. അതേസമയം ഏതാണ് ത്രില്ലർ പോരാട്ടം നടക്കുന്ന സീറ്റ് എന്ന് DMK വെളിപ്പെടുത്തിയിട്ടില്ല. DMK സംസ്ഥാനത്തെ എല്ലാ സീറ്റും തൂത്തുവാരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഈ സീറ്റ് അതിനെ തടഞ്ഞേക്കാമെന്നും സർവേ പറയുന്നു. കല്ലക്കുറിച്ചിയോ ധർമ്മപുരിയോ ആയിരിക്കും ഈ സീറ്റ് എന്നാണ് അഭ്യൂഹം. 80% അധികം പോളിംഗ് രേഖപ്പെടുത്തിയ സീറ്റാണിത്. 69.72 തമിഴ്നാട്ടിലെ പോളിംഗ് ശതമാനം. 2019-നെ അപേക്ഷിച്ച് ഇത് കുറവാണ്. 72%-ലധികം പോളിംഗ് ഉണ്ടായിരുന്നു 2019-ൽ. ഇതാണ് DMKക്ക് പ്രതീക്ഷ നൽകുന്നത്. അതേസമയം സഖ്യസാധ്യതകൾ എത്രത്തോളം ശക്തമായിരുന്നു എന്ന് പരിശോധിക്കാൻ കൂടിയാണ് സർവേ നടത്തിയത്. ജില്ലാ അധ്യക്ഷന്മാരുടെയും മണ്ഡലങ്ങളുടെ ചുമതലയുള്ള മന്ത്രിമാരുടെയും പ്രവർത്തനങ്ങൾ പ്രത്യേകം വിലയിരുത്തിയിട്ടുണ്ട്. കോയമ്പത്തൂർ മണ്ഡലത്തിൽ ഇത്തവണ ത്രികോണ പോരാട്ടമാണ് നടന്നത്. അതുപോലെ തേനിയിൽ TTV ദിനകരനാണ് മത്സരിച്ചത്. ഇവിടെ കടുത്ത മത്സരമാണ് നടക്കുന്നത്. അതുപോലെ നൈനാർ നാഗേന്ദ്രൻ തിരുനെൽവേലിയിലും രാമനാഥപുരത്ത് NDA സ്വതന്ത്രനായി O പനീർസെൽവവും മത്സരിക്കുന്നുണ്ട്. ഇതെല്ലാം എങ്ങോട്ട് വേണമെങ്കിലും മറിയാവുന്നതാണ്. PMK നേതാവ് അൻപുമണി രാമദാസിന്റെ ഭാര്യ സൗമ്യ മത്സരിച്ച ധർമ്മപുരി കൈവിട്ടേക്കുമെന്നാണ് ആശങ്ക. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പോളിംഗും ഇവിടെയാണ് കണ്ടത്. സാമുദായിക അടിസ്ഥാനത്തിൽ ധ്രുവീകരണമുണ്ടായെന്നും ഇത് NDA സ്ഥാനാർത്ഥിക്ക് അനുകൂലമായേക്കുമെന്നാണ് സൂചന. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.